ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പറയരുത് പറയരുത് എന്ന് കരുതി മാറ്റി വെച്ചതാണ്. പക്ഷേ പറയാതെ പോകുന്നത് അപരാധമാകും എന്ന് തോന്നിയതുകൊണ്ട് പറയുകയാണ്. ബിഗ് ബോസ് സീസണിൽ ഇത്ര സ്വാർത്ഥമതിയായ ഒരു കണ്ടസ്റ്റൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. നെവിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. കാരണം നെവിനെ വളരെ താല്പര്യത്തോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകളിൽ തലയിൽ ആൾതാമസമുള്ള ആളുകൾ വളരെ കുറവാണ്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു നെവിൻ. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അത്തരം ഗെയിമുകൾ ഇടപെടാനും ഒക്കെയുള്ള അയാളുടെ കഴിവ്, അയാളുടെ ഒരു ഹ്യൂമർ സെൻസ് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ പോകെ പോകെ മനസ്സിലാക്കുമ്പോൾ അയാളൊരു സ്വാർത്ഥമതിയാണെന്നും അയാളുടെ ദേഷ്യം പരിധി കടന്ന് എല്ലാ സീമകളും കടന്ന് പുറത്തേക്ക് തെറിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. മാത്രമല്ല അയാളിലുള്ള ഒരു കള്ളൻ, അയാൾ ചെയ്യുന്ന കളവ് നമുക്ക് തമാശയായി തോന്നാം. പക്ഷേ നെവിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നെവിൻ ഒരു നമ്പർ 1 കള്ളനാണ്. ഇത്രയേറെ ക്യാമറകൾക്കുള്ളിൽ വെച്ചിട്ട് അയാൾ നടത്തുന്ന ഈ കാപട്യം ഒന്നുമില്ലാത്ത സ്ഥലത്തും അയാൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. അത് അയാളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അയാൾ അഭിനയിക്കുകയോ പ്രകടിപ്പിക്കുകയോ ഒന്നുമല്ല. നെവിൻ അതിൽ തീരെ അഭിനയിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നെവിൻ്റെ ഉള്ളിൽ ഒരു കപടനാട്യക്കാരൻ, ഒരു കള്ളൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്വാർത്ഥൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു തരത്തിലുള്ള സംസ്കാര ശൂന്യൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നെവിനെ നമ്മൾ ഈ തെർമോമീറ്ററിലൊക്കെ അല്ലെങ്കിൽ രാസപരീക്ഷണം നടത്തുമ്പോൾ ചില സംഭവങ്ങൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കും എന്നതുപോലെ തന്നെ നെവിൻ അയാളുടെ കംഫർട്ട് സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൃത്യമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് നെവിൻ അപകടകാരി ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ബിഗ് ബോസിൽ പൊറുപ്പിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ്. ഇത് മറ്റാർക്കെങ്കിലും PR ചെയ്യാനോ, അതുകൊണ്ടാണ് മറ്റാരുടെയും പേരും പറയാതിരുന്നത്. നെവിൻ ആക്രമിക്കുന്ന 2, 3, 4, 5 ആളുകളുണ്ട്. അവരുടെ പേരുകളൊന്നും പ്രത്യേകിച്ച് പരാമർശിക്കാത്തത് ഇത് ആ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നെവിനെ ഓരോ സമയത്തും ഇത് അവസാനത്തെ താക്കീതാണ്, ഇത് രണ്ടാമത്തെ താക്കീതാണ്, ഇത് മൂന്നാമത്തെ താക്കീതാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നിർത്തുമ്പോൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഞങ്ങളുടെ അവസാന തീരുമാനമാണ് എന്ന് പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് വിടുക. കാരണം അയാൾ ബിഗ് ബോസ് അർഹിക്കുന്ന ഒരു മത്സര വിജയിയല്ല. അയാൾക്ക് കഴിവുകളുണ്ട്. അയാളെ മറ്റു തരത്തിലൊന്നും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അയാളുടെ കഴിവുകളുടെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ അതിനപ്പുറം അയാളുടെ കാപട്യവും അയാളുടെ ഒരു സ്വാർത്ഥതയും അയാളുടെ ക്രൂരനായിട്ടുള്ള ഒരു തരത്തിലുള്ള സംസ്കാര ശൂന്യനായിട്ടുള്ള ഒരു തരത്തിലുള്ള എന്ന വാക്ക് വരുന്നതുകൊണ്ട് ആ സംസ്കാര ശൂന്യനായിട്ടുള്ള എന്ന വാക്ക് റദ്ദായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ്, തീർത്തും സംസ്കാരശൂന്യനായിട്ടുള്ള ഒരാൾ അയാളിൽ ഒളിച്ചു കിടപ്പുണ്ട്. അത്തരം ഒരാളല്ല ബിഗ് ബോസ് വിജയിയാകേണ്ടത്. ഇത്രയേ പറയുന്നുള്ളൂ, മറ്റൊന്നും പറയുന്നില്ല.